ഒരു കാർ വെറുമൊരു യന്ത്രമല്ല, അതൊരാഗ്രഹമാണ്. അധികാരത്തിന്റെയും കൃത്യതയുടെയും സ്വപ്നങ്ങളുടെയും പ്രതീകം. നിങ്ങൾ റോഡിൽ കാണുന്ന ഓരോ BMW-യും, നിങ്ങൾ കേൾക്കുന്ന ആ എഞ്ചിന്റെ ഗർജനവും പറയാതെ പോകുന്ന ഒരു കഥയുണ്ട്. പക്ഷേ ഈ കഥയുടെ തുടക്കം നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ലോകം ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ചൂളയിൽ തിളച്ചുമറിയുന്ന കാലം. അന്ന് ഇന്നത്തെ ഈ പ്രതാപിയായ BMW കാറുകൾ ഉണ്ടാക്കുക എന്ന സ്വപ്നം പോലും കണ്ടിരുന്നില്ല. അവരുണ്ടാക്കിയിരുന്നത് ആകാശത്ത് പറക്കുന്ന യന്ത്രങ്ങളുടെ ഹൃദയങ്ങളായിരുന്നു, വിമാന എഞ്ചിനുകൾ. അതെ, ബവേറിയൻ മോട്ടോർ വർക്ക്സ് എന്ന പേരിന്റെ പിറവി ആകാശത്തിന്റെ സ്വാതന്ത്ര്യത്തിലായിരുന്നു. അവരുടെ ലോഗോയിലെ ആ നീലയും വെള്ളയും ചലിക്കുന്ന പ്രൊപ്പല്ലറിന്റെ പ്രതീകമാണെന്ന് നിങ്ങൾക്കറിയാമോ? ആകാശം ജയിച്ചൊരു കമ്പനി പിന്നീട് എങ്ങനെയാണ് ഭൂമിയിലെ രാജാവായത് എന്നതാണ് ഈ കഥ. എന്നാൽ യുദ്ധം അവസാനിച്ചു. വിമാനങ്ങൾക്കുള്ള ആവശ്യം തീർന്നു. 1918 ഒപ്പുവെച്ച വേഴ്സായ് സന്ധി BMW-വിന്റെ ചിറകുകൾ വെട്ടിമാറ്റി. വിമാന എഞ്ചിൻ നിർമ്മാണം നിരോധിച്ചു. ഒറ്റയടിക്ക് കമ്പനിക്ക് പണിയില്ലാതായി. ഒരു കമ്പനി അതിന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന നിമിഷം നിങ്ങൾ എന്തു ചെയ്യും? കീഴടങ്ങുമോ അതോ പുതിയൊരു പാത വെട്ടിത്തുറക്കുമോ? 1923-ൽ BMW തന്റെ ആദ്യത്തെ വാഹനം പുറത്തിറക്കി. അതൊരു കാറായിരുന്നില്ല, ഒരു മോട്ടോർ സൈക്കിൾ. R32, ആദ്യത്തെ BMW മോട്ടോർ സൈക്കിൾ. ഈ ചെറിയ വിജയമായിരുന്നു പിന്നീട് വരാനിരിക്കുന്ന വമ്പൻ പരീക്ഷണങ്ങൾക്കുള്ള ഒരു ചെറിയ വെട്ടം. മോട്ടോർ സൈക്കിളുകളിൽ വിജയം കണ്ടെങ്കിലും യഥാർത്ഥ സ്വപ്നം വേറെയായിരുന്നു. 1928-ൽ BMW ഒരു ചെറിയ കാർ നിർമ്മാതാക്കളായ ഡിക്സി എന്ന കമ്പനിയെ ഏറ്റെടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ BMW കാർ ഡിക്സി 315 പിറവിയെടുക്കുന്നത്. ഒരു ചെറിയ നിസ്സഹായ കാർ. എന്നാൽ ഇത് തുടക്കം മാത്രം. 1930കളിൽ BMW-വിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടു. സ്പോർട്സ് കാറുകൾ. 1936-ൽ പുറത്തിറങ്ങിയ BMW 328. ഈ കാർ ലോകത്തെ ഞെട്ടിച്ചു. എതിരാളികൾ പറയും, ഇതൊരു കാറല്ല, ഇതൊരു റേസിംഗ് മെഷീനാണ് എന്ന്. 800-ലധികം റേസുകളിൽ വിജയം. ഇതോടെ BMW എന്ന പേര് വേഗതയുടെയും കൃത്യതയുടെയും പര്യായമായി മാറി. എന്നാൽ ഈ സുവർണയാത്രയ്ക്ക് വിരാമമിട്ട് രണ്ടാം ലോക മഹായുദ്ധമെത്തി. വീണ്ടും BMW യുദ്ധയന്ത്രങ്ങളുടെ ഭാഗമായി. വിമാന എഞ്ചിനുകൾ, ടാങ്കുകൾ. യുദ്ധം അവസാനിച്ചപ്പോൾ BMW നാശത്തിന്റെ വക്കിലായിരുന്നു. ഫാക്ടറികൾ തകർന്നു, യന്ത്രങ്ങൾ നശിച്ചു. കമ്പനിയെ ഒരു ട്രസ്റ്റ് ഏറ്റെടുത്തു. അവർക്ക് 3 വർഷത്തോളം കാർ നിർമ്മിക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. ചരിത്രത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിജീവനത്തിനായി BMW-യുടെ എഞ്ചിനീയർമാർ കാറുകൾക്ക് പകരം അടുക്കള പാത്രങ്ങളും സൈക്കിളുകളും ഉണ്ടാക്കാൻ തുടങ്ങി. അതെ, ഇന്ന് ലോകത്തെ നയിക്കുന്ന ആ കമ്പനി ഒരു കാലത്ത് പാത്രങ്ങൾ വിറ്റാണ് ജീവിച്ചത്. ഇത് ഒരു ചലച്ചിത്ര കഥയല്ല, ഇത് BMW-യുടെ യഥാർത്ഥ ചരിത്രമാണ്. 1951-ൽ BMW വീണ്ടും കാർ നിർമ്മാണത്തിലേക്ക് തിരിച്ചുവന്നു. അവരവതരിപ്പിച്ചത് BMW 501. വലിപ്പമുള്ളതും ആഡംബരം നിറഞ്ഞതുമായ ഒരു സെഡാൻ. പേരുപോലുമുണ്ടായിരുന്നു, ബരോക്ക് ഏഞ്ചൽ. പക്ഷേ ഈ മാലാഖ കമ്പനിയെ രക്ഷിക്കാൻ പര്യാപ്തയായിരുന്നില്ല. ഈ കാർ വളരെ ചെലവേറിയതും വളരെ കുറച്ചു മാത്രം വിറ്റഴിക്കപ്പെട്ടതുമായിരുന്നു. 1950-കളുടെ മധ്യത്തിൽ BMW ദിവാളിയുടെ വക്കിലെത്തി. ബാങ്കുകൾ വായ്പ നിഷേധിച്ചു. എതിരാളികൾ ചിരിച്ചു. ഒരു വലിയ കമ്പനി തകരാൻ പോകുന്നു എന്ന് എല്ലാവരും കരുതി. അപ്പോഴാണ് അവരൊരു ചെറിയ വിചിത്രമായ ആയുധം ഉപയോഗിച്ചത്. BMW ഐസെറ്റ. ഇത് ഒരു കാറിനേക്കാൾ ഒരു മുട്ട പോലെ തോന്നിക്കും. ഇതിന്റെ ഡോർ മുൻവശത്തായിരുന്നു. അതെ, ഫ്രിഡ്ജ് പോലെ തുറക്കുന്ന ഒരു കാർ. ഇത്
BMW സൗന്ദര്യമായിരുന്നില്ല, പക്ഷേ ഇത് അവരുടെ ജീവനായിരുന്നു. ഈ ചെറിയ ബബിൾ കാർ വൻ വിജയമായി. ഇതുവഴി കിട്ടിയ പണമാണ് പിന്നീട് BMW രക്ഷിച്ചത്. ഏറ്റവും നിർണായകമായ നിമിഷം 1959 BMW ഷെയർ ഹോൾഡർമാർ യോഗം ചേർന്നു. അജണ്ട: കമ്പനിയെ എങ്ങനെ വിൽക്കും? എതിരാളിയായ മെഴ്സിഡസ് ബെൻസ് BMW വാങ്ങാൻ തയ്യാറായി നിന്നു. എല്ലാം കഴിഞ്ഞു എന്ന് തോന്നി. അപ്പോഴാണ് ഹെർബർട്ട് ക്വാണ്ട് എന്ന വ്യവസായി തന്റെ ഓഹരികൾ വിൽക്കാൻ വിസമ്മതിച്ചത്. അദ്ദേഹം കമ്പനിയിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം ഇന്നത്തെ BMW സൃഷ്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, BMW ഒരു സ്വതന്ത്ര കമ്പനിയായി തുടരും. ഈ വിശ്വാസത്തിന്റെ ഫലമാണ് 1961 ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ച BMW 1500. ഇത് വെറുമൊരു കാറായിരുന്നില്ല, ഇതൊരു വിപ്ലവമായിരുന്നു. നോയെ ക്ലാസ് അഥവാ പുതിയ ക്ലാസ്. സ്പോർട്ടി, ആകർഷകമായ ഡിസൈൻ, ശക്തമായ എഞ്ചിൻ. ഈ കാർ BMW ആധുനിക ഐഡന്റിറ്റി നിർവചിച്ചു. ഈ നോയെ ക്ലാസയുടെ പിൻഗാമിയായാണ് ഒരു ഐതിഹ്യം പിറവിയെടുക്കുന്നത്. BMW 2002. ചെറുത് എന്നാൽ ശക്തം. ഇതായിരുന്നു ആദ്യത്തെ യഥാർത്ഥ ഡ്രൈവേഴ്സ് കാർ. ചക്രത്തിനു പിന്നിലിരിക്കുന്ന ആൾക്ക് മാത്രം അനുഭവപ്പെടുന്ന ഒരു കണക്ഷൻ. ഈ കാറാണ് അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ എന്ന മുദ്രാവാക്യത്തിന് ജീവൻ നൽകിയത്. 1970-കൾ. BMW എന്ന പേര് ഇപ്പോൾ ലോകം മുഴുവൻ അറിയുന്നു. അവരവതരിപ്പിച്ചത് ഇന്നും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സീരീസാണ്. 1972 BMW 5 സീരീസ്. 1975 ചെറുതും എന്നാൽ ധിക്കാരിയുമായ 3 സീരീസ്. 1978 ഇതിഹാസം തന്നെയായ M1. BMW സ്പോർട്സ് വിഭാഗമായ M ഡിവിഷൻ രൂപം കൊണ്ടു. ഈ കാലഘട്ടം BMW ഒരു ആഗോള ശക്തിയായി ഉയർത്തി. 1990കളും 2000കളും BMW പ്രതാപകാലമായിരുന്നു. X5 SUV ഉപയോഗിച്ച് അവർ പുതിയ മേഖലകൾ കീഴടക്കി. റോൾസ് റോയ്സും മിനിയും പോലുള്ള ബ്രാൻഡുകൾ അവരുടെ കുടക്കീഴിലായി. എന്നാൽ ഈ വിജയത്തിനൊപ്പം പുതിയ വെല്ലുവിളികളുമെത്തി. 21ാം നൂറ്റാണ്ടിന്റെ രണ്ടാം ദശകത്തിൽ BMW ഒരു വലിയ പരീക്ഷണത്തിന് തയ്യാറായി. ഭീമാകാരമായ കിഡ്നി ഗ്രിൽ. ഇത് ആരാധകരെ രണ്ടായി പിളർത്തി. ചിലർ ഇതിനെ ബീവർ ടീത്ത് എന്ന് വിളിച്ചു പരിഹസിച്ചു. മറ്റു ചിലർ ഇത് ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാണെന്ന് വാദിച്ചു. ഡിസൈൻ ഒരു വെല്ലുവിളിയായി മാറി. എന്നാൽ ഏറ്റവും വലിയ വെല്ലുവിളി ടെസ്ലയും ഇലക്ട്രിക് വിപ്ലവവുമായിരുന്നു. പെട്രോൾ എഞ്ചിന്റെ ഗർജനം കൊണ്ട് ജീവിച്ച ഒരു കമ്പനിക്ക് നിശബ്ദമായ ഇലക്ട്രിക് ഭാവിയിലേക്ക് എങ്ങനെ മാറും? ടെസ്ലയുടെ വിജയം BMW ഞെട്ടിച്ചു. അവർ പിന്നിലായി എന്ന് വിമർശകർ പറഞ്ഞു. BMW മറുപടി i3-ഉം i8-ഉമായിരുന്നു. കാർബൺ ഫൈബർ കൊണ്ട് നിർമ്മിച്ച ഭാവിയെ മുൻനിർത്തിയുള്ള ഈ കാറുകൾ സാങ്കേതികമായി മികച്ചതായിരുന്നു. പക്ഷേ വിപണിയിലവ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. ഇലക്ട്രിക് വിപ്ലവത്തിൽ ടെസ്ല തന്നെയായിരുന്നു നായകൻ. ഇപ്പോൾ BMW ഏറ്റവും വലിയ പരിവർത്തനത്തിലൂടെ കടന്നുപോവുകയാണ്. ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ നിന്ന് ഇലക്ട്രിക് മൊബിലിറ്റിയിലേക്ക് $1 ബില്യൺ നിക്ഷേപം, പുതിയ പ്ലാറ്റ്ഫോമുകൾ. ഇതവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം ഇവിടെ എഞ്ചിന്റെ ഗർജനമില്ല. ഡ്രൈവറുമായുള്ള ബന്ധം പുതിയൊരു രീതിയിൽ നിർവചിക്കേണ്ടതുണ്ട്. ഒരു യുദ്ധാനന്തരം പാത്രങ്ങളുണ്ടാക്കിയ കമ്പനി. ദിവാളിയുടെ വക്കിൽ നിന്ന് ഹെർബർട്ട് ക്വാണ്ട് എന്നൊരാളുടെ ഒറ്റ തീരുമാനത്തിൽ രക്ഷപ്പെട്ട കമ്പനി. ഒരു ഐസെറ്റ പോലുള്ള ചെറിയ കാറുകൊണ്ട് ജീവൻ നിലനിർത്തി. പിന്നീട് 2002 പോലുള്ള ഇതിഹാസങ്ങളിലൂടെ ലോകത്തെ നയിച്ച കമ്പനി. അതാണ്
BMW. ഇന്ന് ഈ കമ്പനി നിൽക്കുന്നത് ഒരു കവലയിലാണ്. ഒരു വശത്ത് 100 വർഷത്തെ പാരമ്പര്യം, മറുവശത്ത് വൈദ്യുതിയുടെയും കൃത്രിമ ബുദ്ധിയുടെയും നിശബ്ദ ഭാവി. അവർക്ക് അതിജീവിക്കാനാവുമോ? ചരിത്രം പറയുന്നു, അവർക്ക് അതിജീവിക്കാനും ഉയർത്തെഴുന്നേൽക്കാനുമുള്ള കഴിവ് ഏറെയുണ്ട് എന്ന്. കാരണം BMW എന്നത് വെറുമൊരു കാർ ബ്രാൻഡല്ല, അത് ഒരു തത്വശാസ്ത്രമാണ്. ഷീർ ഫാർഗ്ലൂഗൻ, ഡ്രൈവിംഗിൻ്റെ ആനന്ദം. ചക്രത്തിനു പിന്നിലിരിക്കുന്ന ആളിൻ്റെ ഹൃദയമിടിപ്പുമായി യന്ത്രത്തെ ബന്ധിപ്പിക്കുന്ന ഒരു കല. അത് മാറില്ല. ആകാശത്ത് പറന്നു തുടങ്ങി, നിലത്ത് ഇതിഹാസമായി മാറിയ ഈ യാത്ര ഇപ്പോഴും തുടരുകയാണ്. BMW അതൊരു യന്ത്രമല്ല, ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം ഇനിയും എത്ര ദൂരം പോകുമെന്ന് കാത്തിരുന്നു കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.